നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ചുറ്റുമതിലിടിച്ച് അപകടം. 6 വയസ്സുകാരി ഉൾപ്പെടെ 5 ബസ് യാത്രക്കാർക്ക് പരിക്ക്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് പ്രാഥമിക വിവരം. ശിവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി ക്ഷേത്രങ്ങൾ. മേഖലയിലെ ക്ഷേത്രങ്ങളിൽ വിശേഷ പൂജകളും അഖണ്ഡനാമ ജപവും ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ നടക്കും. ശിവരാത്രിയുടെ ഭാഗമായുള്ള കലാപരിപാടികൾക്കും തുടക്കം. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് വീട്ടമ്മ തീകൊളുത്തി ജീവനൊടുക്കി. മരിച്ചത് പുതുവീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ 50 വയസ്സുള്ള ജുമൈല. മരണത്തിന് പിന്നിൽ പലിശക്കാരുടെ ഭീഷണിയെന്ന് ആത്മഹത്യാക്കുറിപ്പ്. വാർത്തകൾ വിശദമായി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ചുറ്റുമതിലിടിച്ച് കയറി 6 വയസ്സുകാരി ഉൾപ്പെടെ 5 യാത്രക്കാർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടമുണ്ടായത്. ചാവക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫെല്ല എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 6 വയസ്സുള്ള ആമിന, നാജിയ, നജ്മ, ഹംസ, ഗ്രീഷ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. സ്റ്റാൻഡിൽ നിന്നും യാത്രക്കാരുമായി പുറപ്പെടാൻ തുടങ്ങുന്നതിനിടെ ബസിന്റെ ബ്രേക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്നാണ് വിവരം. നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗവും മതിലും ഭാഗികമായി തകർന്നു. അപകടം നടന്ന ഉടനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകരും മറ്റ് ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവരെ ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അഴിമതിരഹിതവും വർഗീയ വിരുദ്ധവുമായ ഒരു നാടായി നിൽക്കാൻ കേരളത്തിൽ തുടർഭരണം ആവശ്യമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. AC മൊയ്തീൻ MLA നയിക്കുന്ന കുന്നംകുളം മണ്ഡലം വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും പ്രളയവും ഒക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഈ കേരളത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി കൈപിടിച്ചുയർത്തിയ ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്. നയാ പൈസയുടെ സഹായം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായില്ല. കോവിഡ് കാലത്തുണ്ടായ തന്ന അരിയുടെ കാശ് വാങ്ങിച്ചു. നാടാഗ്രഹിച്ച വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായത് തുടർഭരണം വന്നതിനാലാണ്. ദേശീയപാത വികസനവും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ്. പുതുയുഗയാത്ര എന്ന പേരിൽ പഴയകാലത്തേക്ക് കേരളത്തെ തള്ളിക്കൊണ്ടുപോകാനാണ് UDF ശ്രമിക്കുന്നത്. 2000 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ 100 രൂപ മാത്രം വർദ്ധിപ്പിച്ച UDF 2500 എന്തുകൊണ്ടാക്കുന്നില്ലെന്നാണ് ചോദിക്കുന്നത്. ഈ സർക്കാർ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 57,000 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കിട്ടാനുള്ളത്. ഇതിനെതിരെ യോജിച്ച സമരത്തിന് പോലും UDF തയ്യാറാകുന്നില്ല. 10 വർഷമായി ഒരു അഴിമതി ആരോപണം തെളിയിക്കാനോ വസ്തുനിഷ്ഠാപരമായി ഒരു ആരോപണം ഉന്നയിക്കാനോ പോലും UDFനായിട്ടില്ലെന്നും രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ചിറക്കൽ സെന്ററിൽ നടന്ന ഉദ്ഘാടനത്തിൽ CPI ലോക്കൽ സെക്രട്ടറി PK രവീന്ദ്രൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ AC മൊയ്തീൻ MLA, വൈസ് ക്യാപ്റ്റൻ പ്രൈംരാജ് ചുണ്ടലാത്ത്, മാനേജർ MN സത്യൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK വാസു, M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, KD ബാഹുലയൻ മാസ്റ്റർ, CPI ജില്ലാ കമ്മിറ്റി അംഗം KT ഷാജൻ, NCP ജില്ലാ സെക്രട്ടറി EA ദിനമണി, CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, സൗമ്യ അനിലൻ, സീതാ രവീന്ദ്രൻ, TC ചെറിയാൻ, VK ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 9 ജെറുസലേം സെന്ററിൽ നിന്നും പ്രയാണം ആരംഭിച്ച വാഹനജാഥ കോട്ടോൽ, കരിക്കാട് സെന്റർ, കല്ലുംപുറം, ഒറ്റപ്പിലാവ്, പെരുമ്പിലാവ്, അഗതിയൂർ, പോർക്കുളം, കിഴൂർ, വടുതല, തെക്കേപ്പുറം, കുറുക്കൻപാറ, ചെമ്മണ്ണൂർ, ആനായ്ക്കൽ എന്നിവിടങ്ങളിലൂടെ പ്രയാണം നടത്തും. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് വീട്ടമ്മ തീകൊളുത്തി ജീവനൊടുക്കി. പുതുവീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ രാമനത്ത് വീട്ടിൽ 50 വയസ്സുള്ള ജുമൈലയാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. വീടിന് പിറകിലെ പറമ്പിലാണ് പൊള്ളലേറ്റു മരിച്ച നിലയിൽ ജുമൈലയെ കണ്ടെത്തിയത്. 1 വർഷം മുമ്പ് ജുമൈല നാട്ടുകാരിയായ സ്ത്രീയിൽ നിന്ന് പലിശയ്ക്ക് 50,000 രൂപ വാങ്ങിയിരുന്നതായി പറയുന്നു. പലിശ ഇനത്തിൽ മാത്രമായി മാസം 10,000 രൂപ വീതം 8 മാസത്തോളം നൽകിയെങ്കിലും 2 മാസത്തോളം പണം നൽകാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് പലിശക്കാരിയായ സ്ത്രീ ഭീഷണിപ്പെടുത്തിയിരുന്നതായി കുറിപ്പെഴുതി വച്ച ശേഷമാണ് ജുമൈല ജീവനൊടുക്കിയത്. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് മുരളി പെരുന്നെല്ലി MLA. AKPCTA 68ാമത് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA.
രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ പാകിസ്ഥാനെപ്പോലെ ഇന്ത്യയെയും മതരാഷ്ട്രമാക്കണമെന്ന ആവശ്യം ചിലരുടെ ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു. എന്നാൽ അംബേദ്കറെപ്പോലുള്ള ഭരണഘടനാ ശില്പികൾ ഇതിനെതിരെ ശക്തമായി നിലകൊണ്ടതോടെയാണ് മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായി നമ്മുടെ രാജ്യം മാറിയത്. എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനും രാജ്യത്തിന്റെ ചരിത്രത്തെ വളച്ചൊടിക്കാനുമാണ് ശ്രമിക്കുന്നത്. ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും മുരളി പെരുന്നെല്ലി കൂട്ടിച്ചേർത്തു. ഒരു വാദം ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഇച്ചൊരു ന്യൂനപക്ഷമാണ് അതിൻ്റെ പ്രഖ്യാപനം. അതേപറ്റി ജവഹർലാൽ നെഹ്റുവും ഭീമറാവ് അംബേദ്കറും അതുപോലുള്ള മഹാരഥന്മാർ ഉണ്ടായിരുന്ന ആ ഭരണഘടനാ അസംബ്ലി വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തുകൊണ്ട് ആ ആശയത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ ലോകത്തിൽ ഒഴുക്കമില്ലാത്ത രാജ്യമാണ്. കാരണം ഇവിടെ ആയിരക്കണക്കിന് ജാതികൾ, ഉപജാതികൾ, മതങ്ങൾ, വേഷവിധാനങ്ങൾ, ഭക്ഷണരീതികൾ, സംസ്കാരങ്ങൾ ഇതൊക്കെ ഉൾച്ചേർന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. അപ്പം അതുകൊണ്ട് ആ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു മതത്തിൻ്റെ രാഷ്ട്രമായിട്ട് മുന്നോട്ട് പോകുക, അതിന് മുന്നോട്ട് വന്ന പാടാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വക്താക്കളാണ് ഇപ്പോൾ എല്ലാവരും തല്ലിക്കാട്ടിയിരിക്കുന്നത്. അപ്പം അതിനെ തല്ലിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകണം എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് AT ജയ ടീച്ചർ അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിബിൻ തോമസ് രക്തസാക്ഷി പ്രമേയവും ഡോക്ടർ PM റെജിമോൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി P പ്രമോദ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ PP സന്തോഷ് കണക്കവതരണവും നടത്തി. SFI ജില്ലാ സെക്രട്ടറി അനസ് ജോസഫ്, ഫെസ്റ്റോ ജില്ലാ സെക്രട്ടറി നന്ദകുമാർ, KNTEO ജില്ലാ സെക്രട്ടറി സോജൻ P ജോൺ, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K പ്രദീപ് കുമാർ, AKPCTA ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ K സുശീൽ രാഹുൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരത്തിൽ ശുദ്ധജലം പാഴാകുന്നു. ജലവിതരണ വകുപ്പിന്റെ അനാസ്ഥയെന്ന ആക്ഷേപം. തൃശൂർ റോഡിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡിന് സമീപമാണ് ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴാകുന്നത്. ശനിയാഴ്ച പൈപ്പിലെ അഴുക്ക് നീക്കം ചെയ്യുന്നതിനായി കുഴിയെടുത്ത് പൈപ്പ് കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. എന്നാൽ അഴുക്കു നീക്കം ചെയ്ത ശേഷം പൈപ്പ് കണക്ഷൻ പുനഃസ്ഥാപിച്ചിരുന്നില്ല. ശനിയാഴ്ച ജലവിതരണം നടത്തുകയും ചെയ്തതാണ് ശുദ്ധജലം പാഴാകാനിടയാക്കിയത്. ഓട്ടോ സ്റ്റാൻഡ് മുതൽ മധുരക്കുളം വരെയുള്ള കാനയിലൂടെ വെള്ളമൊഴുകി പാടത്തേക്ക് പോവുകയാണ്. ജലക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉടനടി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കലാപരിപാടികൾക്ക് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ത്രിദിന ആചാരാനുഷ്ഠാന ആഘോഷ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്തുള്ള സ്റ്റേജിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6:30 പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്യങ്ങളും തിരുവാതിരക്കളിയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശനിയാഴ്ച വൈകിട്ട് 7:30 മാക് മ്യൂസിക്സ് അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റും ഞായറാഴ്ച രാത്രി 12:30 സിനിമാ പ്രദർശനവും നടക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി ശുദ്ധികലശം, ശ്രീഭൂതബലി, വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, നിറമാല, ചുറ്റുവിളക്ക് തുടങ്ങിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി കുഴിപ്പുറം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ശിവരാത്രി ദിനത്തിൽ രാവിലെ 6:30 അഷ്ടപതി, 7 മണിക്ക് മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, 10 മണിക്ക് നാഗസ്വര കച്ചേരി, ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6 ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, 7:30 തായമ്പക, രാത്രി 9:30 എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. ശിവരാത്രി ദിനത്തിൽ ശ്രീ മഹാദേവന് ഷഡാഭിഷേകം, നെൽപ്പറ, നാണയപ്പറ തുടങ്ങിയ വഴിപാടുകളും നടക്കും. എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും ചെണ്ടമേളത്തിൽ പെരുവനം കുട്ടന്മാരാരും പ്രമാണിത്വം വഹിക്കും. പുരാണപാരായണം, ക്ഷേത്രകലകൾ, ഫാൻസി വെടിക്കെട്ട്, അന്നദാനം തുടങ്ങിയ പരിപാടികളും ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടക്കും. ക്ഷേത്രം ഊരാളൻ കീഴിലം കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി ഭാരവാഹികളായ NK ബാലകൃഷ്ണൻ, C ഹരിദാസ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കിഴക്കാളൂർ വെള്ളത്തു വീട്ടിൽ സന്തോഷിന്റെ മകൻ 13 വയസ്സുള്ള ഗോവർദ്ധനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പേരാമംഗലം ശ്രീ ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സംസ്കാരം പിന്നീട് നടത്തും. രജിത മാതാവും ഗൗതം സഹോദരനുമാണ്.
പോർക്കുളം മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഷുഹൈബ് ഓർമ്മ ദിനം ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ബാലചന്ദ്രൻ, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജ്യോതിഷ്, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശ്രേയ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രഞ്ജിത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ രേഖ ജയരാമൻ, കെ രതീഷ്, മറ്റു പ്രവർത്തകരും സംസാരിച്ചു. തിരുത്തിക്കാട് ഭാരതമാത LP സ്കൂളിന്റെ 71ാം വാർഷികാഘോഷവും പുതുതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ നടന്നു. AC മൊയ്തീൻ MLA പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണഗതിയിൽ സ്കൂൾ മാനേജർമാർ അർക്കീസുകളാവുകയാണ് പതിവ്. അർക്കീസ് എന്നുള്ള ഭാഷ അവിടെ ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ വായിച്ചൊക്കെ വെക്കിയല്ലാണ്ട് സ്കൂളിലേക്കൊന്നും ചെലവഴിക്കാറില്ല. അധ്യാപകരുടെ ഒഴിവുണ്ടാവുമ്പോൾ ചാകര പോലെ കാണുന്നവരാണ് LP സ്കൂൾ മാനേജർമാർ. എത്ര കൂടുതൽ വാങ്ങിക്കാൻ കഴിയും അത്ര കൂടുതൽ വാങ്ങിക്കും, നടത്തിക്കൊണ്ടു പോകണം, അതൊരു ശരിയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ശ്രീ അച്യുതാനന്ദൻ സ്വന്തം പണം മുടക്കി മനോഹരമായ ഒരു സ്കൂൾ പണിതു എന്നുള്ളത് മാനേജർമാർക്ക്, എയ്ഡഡ് സ്കൂളുകൾക്ക് മാതൃകയാണ് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാം എന്ന് തോന്നിയത്. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത എഴുത്തുകാരനും ഓൾ ഇന്ത്യ റേഡിയോ മുൻ ഡയറക്ടറും ഓടക്കുഴൽ പുരസ്കാര ജേതാവുമായ P. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപിക ജയമോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് അവാർഡ് വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള പ്രതിഭാദരവും നടന്നു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജ്യോതിഷ്, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, AEO A. മൊയ്തീൻ, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ R. ഷാജിജു, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ബാലൻ, നഗരസഭാ കൗൺസിലർമാരായ രോഹിത് ഓടാട്ട്, ബിനീഷ്, പോർക്കുളം പഞ്ചായത്ത് അംഗം സുമയ്യ ഷർഫുദ്ദീൻ, ചൊവ്വന്നൂർ BRC BPC അനീഷ് ലോറൻസ്, OSA പ്രസിഡന്റ് ശിവകുമാർ, OSA സെക്രട്ടറി വേലായുധൻ മാസ്റ്റർ, MPTA പ്രസിഡന്റ് ഡിനു, ലീഡർ ശ്രേയ ശരത് എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ അച്യുതാനന്ദൻ സ്വാഗതവും CA ഹാഷിം നന്ദിയും പറഞ്ഞു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്കു ശേഷം അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിന്റെ 64ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ അധ്യക്ഷയായി. വിരമിക്കുന്ന അധ്യാപിക KA ജോയ്സിക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജി ജോൺ, വാർഡ് മെമ്പർ ആനി ടീച്ചർ എന്നിവർ വിവിധ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രാജി സോമൻ, VV വിവേക്, മെമ്പർമാരായ K ഗോവിന്ദൻകുട്ടി, TA ആഷിഖ്, ഷീജ അനന്തൻ, PTA പ്രസിഡന്റ് PT സുശാന്ത്, SMC ചെയർമാൻ MM ഗിരീഷ്, MPTA പ്രസിഡന്റ് സിനി ഷാജു, പ്രധാനാധ്യാപിക KA സുജിനി തുടങ്ങിയവർ സംസാരിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജീന ജോസിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ചാവക്കാട് തിരുവത്ര കുഞ്ചേരി സ്വയംഭൂ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് ഒരുക്കങ്ങളായി. ക്ഷേത്രത്തിൽ പുലർച്ചെ 4-ന് നിർമാല്യം, 4:30-ന് വാകചാർത്ത്, 5-ന് ഗണപതി ഹോമം, 6-ന് ഉഷപൂജ, 7-ന് നടക്കൽപ്പറ, 8-ന് തിരുവത്ര ശ്രീ നാഗഹരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും നാഗഹരിക്കാവ് പൂത്താല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂത്താലം എഴുന്നള്ളിപ്പ്, 10:30-ന് മധ്യാഹ്ന പൂജ എന്നിവയുണ്ടാകും. ക്ഷേത്രമേൽശാന്തി കപ്പൂർ കുട്ടമംഗലം ഹരികൃഷ്ണൻ നമ്പൂതിരി പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 11:30-ന് പ്രസാദഊട്ട്, പകൽ 2-ന് ചാലിശ്ശേരി ഗൗരിദാസന്മാരുടെ മേളത്തോടുകൂടി തിടമ്പെഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 4-ന് തിരുവത്ര ദേശകമ്മിറ്റി, തിരുവത്ര ജനമൈത്രി പൂരാഘോഷ കമ്മിറ്റി, വടക്കുഭാഗം കാളപ്പെരുമ്പടക്കൂട്ടം, വളയംതോട് എടക്കഴിയൂർ വടക്കൻസ് ഉത്സവാഘോഷ കമ്മിറ്റി, വടക്കുഭാഗം എന്നീ ഉത്സവാഘോഷ സമിതികളുടെ പൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന് 7:30-ന് പകൽപൂരം അവസാനിക്കും. ശ്രീഭൂതബലിക്ക് ശേഷം എടക്കഴിയൂർ ചുക്കുബസാർ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ഭസ്മക്കാവടി എഴുന്നള്ളിപ്പ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. വൈകിട്ട് 6:30-ക്ക് ദീപാരാധന, രാത്രി 8:30-ന് നവകം പഞ്ചഗവ്യം, അത്താഴപൂജ ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ ശ്രീഭൂതബലി, 10-ന് ചാലിശ്ശേരി ഗൗരിദാസന്മാരാർ, ജഗന്നിവാസന്മാരാർ എന്നിവരുടെ ഡബിൾ തായമ്പക, 11:30-ന് കലാപരിപാടികൾ, പുലർച്ചെ 3-ന് തിടമ്പെഴുന്നള്ളിപ്പ് എന്നിവയുമുണ്ടാകും.
ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് KM തനീഷ്, സെക്രട്ടറി MA ജനാർദ്ദനൻ, ഖജാൻജി MK ഷാജി, ജോയിന്റ് സെക്രട്ടറി VG വിജിത്ത്, NK രമേശൻ എന്നിവർ നേതൃത്വം നൽകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര വിജയിപ്പിക്കുന്നതിനായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഗുരുവായൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ നടത്തി. പുതുയുഗയാത്രയിൽ 1500 മത്സ്യത്തൊഴിലാളികളെ പങ്കെടുപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ KD വീരമണി, CV സുരേന്ദ്രൻ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV സുജിത്ത്, DCC ജനറൽ സെക്രട്ടറി CA ഗോപപ്രതാപൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, PK കബീർ, PK ഷൗക്കത്ത്, CS രമണൻ എന്നിവർ പ്രസംഗിച്ചു. കുടുംബശ്രീ FNHWവിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ CDSകൾ നടപ്പിലാകുന്ന ഹാപ്പി കേരളം പദ്ധതിക്ക് ചാവക്കാട് നഗരസഭ 24-ാം വാർഡിൽ തുടക്കം. കേരളത്തിലെ ജനങ്ങളുടെ സന്തോഷ നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം തീരാങ്കണം എന്ന പേരിൽ വാർഡ് കൗൺസിലർ KV സന്തോഷ് നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ജീന രാജീവ് അധ്യക്ഷത വഹിച്ചു. CDS മെമ്പർ ഷീനി അരുൾദാസ് സ്വാഗതം പറഞ്ഞു. റിസോഴ്സ് പേഴ്സൺമാരായ ഷൈജ ഹുസൈൻ, പ്രിയ ഷാജി എന്നിവർ ക്ലാസ് എടുത്തു. CDS മെമ്പർമാർ, കുടുംബശ്രീ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കൺവെൻഷൻ PP പാപ്പച്ചൻ നഗറിലെ ഏരിയ ഓഫീസ് ഹാളിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു. AKTA സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൾ ഖാദർ എടവിലങ്ങ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തുന്നൽ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും ക്ഷേമത്തിനും സംഘടന നടത്തുന്ന ഇടപെടലുകളെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചു. കുന്നംകുളം ഏരിയ പ്രസിഡന്റ് P മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. തുടർന്നു നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ഹേമ ബാലചന്ദ്രൻ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ VV നാരായണൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. കൺവെൻഷനിൽ തൊഴിലാളികളുടെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KV പുഷ്പ, ബിന്ദു രവീന്ദ്രൻ, മിനി ജോൺസൺ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ജനപ്രതിനിധികളെ യോഗത്തിൽ മൊമന്റോ നൽകി ആദരിച്ചു. കുന്നംകുളം നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, കൗൺസിലർമാരായ രേഷ്മ സുനിൽ, മിനി ഷൈജു, ജിഷ ബേബി, ചൊവ്വന്നൂർ പഞ്ചായത്ത് മെമ്പർ രതിരാജൻ എന്നിവർക്കാണ് സംഘടനയുടെ ആദരവ് നൽകിയത്. യോഗത്തിന് PD ലിസി സ്വാഗതവും CR രാധ നന്ദിയും പറഞ്ഞു. പടക്കേക്കാട് ICA ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർ സ്കൂൾ ഖുർആൻ പാരായണ മത്സരം നടത്തി. UP വിഭാഗം ആൺകുട്ടികളുടെ മത്സരത്തിൽ ഒരുമനിയൂർ IDC സ്കൂളിലെ അയാൻ അമീർ, പെൺകുട്ടികളുടെ മത്സരത്തിൽ ICA സ്കൂളിലെ ഹാദിയ അൻവർ, ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ മത്സരത്തിൽ ഒരുമനിയൂർ നാഷണൽ ഹുദ സ്കൂൾ വിദ്യാർത്ഥി NM അഹമ്മദ് ഷഹീൻ, പെൺകുട്ടികളുടെ മത്സരത്തിൽ ICAയിലെ ഫിദാന നൗറിൻ എന്നിവർ വിജയികളായി. ആദ്യം 3 സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റും പങ്കെടുത്ത എല്ലാവർക്കും സാക്ഷ്യപത്രവും നൽകി അനുമോദിച്ചു. സമാപന സമ്മേളനം കല്ലൂർ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ ഹമീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ICA സീനിയർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് RV അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. കർണാക്കിൽ മഹല്ല് ഖത്തീബ് ഹുസൈൻ അൻവരി കല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി OM മുഹമ്മദ് അലി ഹാജി, വൈസ് പ്രസിഡന്റ് MK സയ്യിദ് മുഹമ്മദ് ഹാജി, ഇസ്ലാമിക് അഫയേഴ്സ് കൺവീനർ P കുഞ്ഞുമൊയ്തു, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു. 22 വർഷത്തിലധികം നീണ്ട സേവനത്തിനു ശേഷം വിരമിക്കുന്ന കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ നാസർ ഹുസൈൻ മാസ്റ്ററുടെ യാത്രയയപ്പ് പരിപാടി സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയുടെ സമാപന സമ്മേളനം മുൻ MLA KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കടിക്കാട് വെൽഫെയർ കമ്മിറ്റിയും നാട്ടുകൂട്ടം, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലുമാണ് നാസർ മാസ്റ്റർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം നടത്തിയത്. ചേർത്തല സ്വദേശിയായ നാസർ മാസ്റ്റർ പുന്നീർകുളത്തെ സ്വന്തം നാടായി സ്വീകരിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ചാണ് സർക്കാർ സർവീസിൽ നിന്നും പിരിയുന്നത്. കടിക്കാട് സ്കൂളിനെ കബഡി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് നയിച്ച് സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ അനവധി നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. യാത്രയയപ്പിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് നടത്തിയ സൗഹൃദ കബഡി മത്സരത്തിൽ ജില്ലയിലെ പ്രഗത്ഭരായ വനിതാ ടീമുകളടക്കം 4 ടീമുകൾ പങ്കെടുത്തു. പുന്നീർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 7 മണിക്ക് കോഴിക്കോട് സൃഷ്ടിയുടെ നേർക്കുനേർ എന്ന നാടകവും അരങ്ങേറി. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടത്തിയ യാത്രയയപ്പ് സമാപന സമ്മേളനത്തിന് പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ തളികശ്ശേരി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ജില്ലാ ജഡ്ജി ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു,
ബ്ലോക്ക് മെമ്പർ വി അപ്പുമാസ്റ്റർ, പുന്നൂർകുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ്, ഡോക്ടർ രാജേഷ് കൃഷ്ണൻ തുടങ്ങി വാർഡ് മെമ്പർമാരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. നാസർ മാസ്റ്ററുടെ ശിഷ്യരായ കബഡി മത്സരത്തിൽ സംസ്ഥാന സ്വർണ്ണ മെഡൽ ജേതാവ് ദിയ ഫാത്തിമയെയും വെള്ളി മെഡൽ ജേതാവ് കൃഷ്ണപ്രിയയെയും ചടങ്ങിൽ അനുമോദിച്ചു. കടിക്കാട് സ്കൂളിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന അവസരത്തിൽ സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മുതിർന്ന അംഗങ്ങളായ 3 പേരെ ചടങ്ങിൽ ആദരിച്ചു. ഇതോടൊപ്പം സ്കൂളിൽ നിന്നും പിരിച്ചുപോകുന്ന ജാസ്മി ടീച്ചർ, ഓഫീസ് ജീവനക്കാരി ഇന്ദിര എന്നിവരെയും ആദരിച്ചു. തുടർന്ന് വോയിസ് ഓഫ് ചേഞ്ച് അണ്ടത്തോടിന്റെ ഗസൽ മെഹ്ഫിലും അരങ്ങേറി. നാസർ ഹുസൈൻ മാസ്റ്റർ മറുപടി പ്രസംഗവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മൂസ അലത്തയിൽ സ്വാഗതവും കോർഡിനേറ്റർ MK അബൂബക്കർ നന്ദിയും പറഞ്ഞു. പ്രോഗ്രാം വൈസ് ചെയർമാൻ അസ്കർ അറക്കൽ, കൺവീനർ വിനോദ് കാട്ടിശ്ശേരി, PK കൃഷ്ണൻകുട്ടി, സുഹൈൽ അബ്ദുള്ള, ഷിമോദ്, സുജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറമനേങ്ങാട് പാലാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കും. രാവിലെ 5-ന് നട തുറക്കലിന് ശേഷം ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇളനീറാടൽ, പാലഭിഷേകം, നവകം, പഞ്ചഗവ്യം തുടങ്ങി വിശേഷാൽ പൂജകളും നടക്കും. ഭക്തജനങ്ങളുടെ അഖണ്ഡ നാമജപാർച്ചനയും ഉണ്ടാകും. രാത്രി 8:30 മുതൽ ഹരീഷ് നമ്പ്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത് നടക്കും. പാലഞ്ചേരി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറും. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഈ വർഷവും കാലത്ത് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വന്നൂർ ശ്രീ കൊടുവായൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവം ഞായറാഴ്ച ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ പൂജകളും വഴിപാടുകളും നടക്കും. ശനിയാഴ്ച വൈകിട്ട് ശുദ്ധികർമ്മങ്ങളോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇളനീർ അഭിഷേകം, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജയ്ക്കു ശേഷം വിശേഷാൽ പൂജകൾ, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, വിശേഷാൽ പൂജകൾ, ശ്രീഭൂതബലി എന്നിവയുണ്ടായിരിക്കും. ശിവരാത്രി ദിവസം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടും നടക്കും. ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നെയ്വിളക്ക് വഴിപാടുമുണ്ടായിരിക്കും. ക്ഷേത്രത്തിലെ പൂജകൾക്ക് ആവശ്യമായ പൂവ്, അരി, നെല്ല്, നാളികേരം, എണ്ണ, കരിക്ക്, ചന്ദനത്തിരി തുടങ്ങിയ ദ്രവ്യങ്ങൾ വഴിപാടായി ഭക്തർക്ക് സമർപ്പിക്കാവുന്നതാണെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി അറിയിച്ചു. ചൂണ്ടൽ പയ്യൂർക്കാവ് ഭാരത് ആർമി ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ പുൽവാമ ദിനാചരണവും പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ വിജയൻ പുളിയാശ്ശേരി അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് ആന്റണി അനുസ്മരണ പ്രഭാഷണം നടത്തി. കോർഡിനേറ്റർ കൺവീനർ സുരേഷ് കൃഷ്ണ, കോർഡിനേറ്റർ സുരേഷ് കുമാർ, ഭാരത് ആർമി ഫാൻസ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ പാലിയത്ത്, ബാലചന്ദ്രൻ പുണർത്തം, നിത്യാനന്ദ് പയ്യൂർക്കാവ് എന്നിവരും പ്രദേശവാസികളും നിരവധി വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. പന്നിത്തടം മാത്തൂർ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി വിവിധ ചടങ്ങുകളോടെ വിപുലമായി ആഘോഷിക്കും. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കാലത്ത് 10 മണി മുതൽ 18ാമത് പ്രസാദ ഊട്ടും നടക്കും. വൈകിട്ട് ടീം SBZന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,460 രൂപ, സ്വർണം പവന് 1,15,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം. കരിക്കാട് മില്ലിന് സമീപം താമസിക്കുന്ന അയ്യംകുളങ്ങര കൊച്ചുകുഞ്ഞൻ നിര്യാതനായി. 88 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. പരേതയായ മറിയാമ്മ ഭാര്യയും മിൽട്ടൺ, മിനി എന്നിവർ മക്കളുമാണ്. തൃശൂർ വളർക്കാവ് ജീവൻ സ്ട്രീറ്റ് പായമ്മൽ വീട്ടിൽ ജോസ് ഭാര്യ കലാലയം രാധ നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. താമരയൂർ പഷ്ണത്ത് കനകദാസ് നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ വാതക ശ്മശാനത്തിൽ നടത്തി. ഷെബീന, ഷെയ്ൻ എന്നിവർ മക്കളാണ്. മന്നലാംകുന്ന് കിണർ കിഴക്ക് കളത്തിങ്ങൽ ചന്ദ്രൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മണിയാണ് ഭാര്യ. അനീഷ്, ലെനീഷ് എന്നിവർ മക്കളാണ്.
പൊന്നിയൂർകുളം കിഴക്കേച്ചെറായി റിയാ റോഡ് ആത്രപ്പള്ളി മൊയ്തുണ്ണി നിര്യാതനായി 85 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. ഐഷുമുവാണ് ഭാര്യ. നാസർ, റംല, ബുഷറ, സെമീറ, നൌഷാദ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ചുറ്റുമതിലിടിച്ച് അപകടം. 6 വയസ്സുകാരി ഉൾപ്പെടെ 5 ബസ് യാത്രക്കാർക്ക് പരിക്ക്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിൽ കാരണമായതെന്ന് പ്രാഥമിക വിവരം. ശിവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി ക്ഷേത്രങ്ങൾ. മേഖലയിലെ ക്ഷേത്രങ്ങളിൽ വിശേഷ പൂജകളും അഖണ്ഡനാമജപവും ഉൾപ്പെടെ വിപുലമായ പരിപാടികൾ നടക്കും. ശിവരാത്രിയുടെ ഭാഗമായുള്ള കലാപരിപാടികൾക്കും തുടക്കം. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് വീട്ടമ്മ തീകൊളുത്തി ജീവനൊടുക്കി. മരിച്ചത് പുതുവീട്ടിൽ ഷിഹാബിന്റെ ഭാര്യ 50 വയസ്സുള്ള ജുമൈല. മരണത്തിന് പിന്നിൽ പലിശക്കാരുടെ ഭീഷണിയെന്ന് ആത്മഹത്യാക്കുറിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.